അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ 3 മിനിറ്റ് ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കേൾക്കുക. ഉപകാരപ്പെടും, ഉറപ്പായി 100% ഉറപ്പായും ഉപകാരപ്പെടും. ഒരു ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷവാനായി ജീവിക്കാനുള്ള ടിപ്സാണ് പറഞ്ഞു തരുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനം, സന്തോഷമാണ്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാം? ഓരോ ദിവസവും നല്ല ഹാപ്പിയായി. ഈ ലോകത്ത് തന്നെ നിങ്ങൾക്ക് അത്ര ഹാപ്പി വരാനുണ്ടാവില്ല. അപ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? കുറച്ച് പാടുണ്ട്, പക്ഷേ ചെയ്ത് ശീലിച്ചു നോക്കാം. ആദ്യം എന്ത് ചെയ്യാം? സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പ് എണീക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. ചുരുങ്ങിയത് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ മുമ്പ് എടുത്ത് തഹജ്ജുദ് 2 റക്അത്ത് നിസ്കരിക്കുക. അത് കഴിഞ്ഞ് ബാങ്ക് കൊടുത്തതിന് ശേഷം 2 റക്അത്ത് സുബഹിക്ക് മുമ്പുള്ളത് 2 റക്അത്ത് നിസ്കരിക്കുക. അത് കഴിഞ്ഞ് ജമാഅത്ത് നിസ്കരിക്കാം. സുബഹി ജമാഅത്തിന് പോകാം. ജമാഅത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് ഇരിക്കുക. അവിടുത്തെ സിക്ർ അദ്കാറൊക്കെ ചൊല്ലി കുറച്ച് ഖുർആൻ പാരായണമൊക്കെ ഓതി സൂര്യൻ ഉദിച്ച സമയത്ത് കിടന്നുറങ്ങും. അതിന് മുമ്പ് ഉറങ്ങാൻ പാടില്ല. അതല്ലെങ്കിൽ ഉദിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് വിത്തറല്ല ലുഹ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. നീയത്തോട് നിസ്കരിക്കുക. ചുരുങ്ങിയത് 2 റക്അത്താണ്. അതിന് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ സൂര്യ ഉദിച്ചതിന് ശേഷം ഉറങ്ങുക. പിന്നെ നിങ്ങൾ 12 മണിക്കോ 11 മണിക്കോ ആ സമയത്ത് ഗ്യാപ്പിൽ 2 റക്അത്ത് ലുഹ ആ സമയത്ത് നിസ്കരിക്കുക. സൂര്യ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ലുഹാൻ്റെ സമയം തുടങ്ങി 12 മണി വരെ ആ ഗ്യാപ്പിൽ എപ്പോൾ വേണമെങ്കിൽ നിസ്കരിക്കുക. ഇങ്ങനെ നിങ്ങൾ ജീവിച്ച് ശീലിച്ചാലുണ്ടല്ലോ, ഞാൻ ഉറപ്പായും അന്നത്തെ ദിവസം നിങ്ങളെത്ര ഹാപ്പി ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. അത് അനുഭവിച്ച് അറിയുന്നവരോട് ചോദിക്കുക. അവർക്ക് ആ സമയം ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഈ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഒരു ദിവസം ഉറങ്ങിപ്പോയാൽ അവർക്കുണ്ടാകുന്ന ഒരു സമാധാനക്കേട് അവർക്ക് വേറെ നിങ്ങൾ എന്ത് കൊടുത്താലും അത് മതിയാവില്ല. അത്രക്കും സമാധാനം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് അവർ ഉറങ്ങിപ്പോയത്. ഇങ്ങനെ നിങ്ങൾ ജീവിച്ച് ശീലിച്ചു നോക്കുക. എന്തൊക്കെ കിട്ടുന്നത്? തഹജ്ജുദ് നിസ്കരിച്ചാൽ നിങ്ങളുടെ മുഖത്ത് പ്രകാശം വരും. നിങ്ങൾക്ക് മാരക രോഗം വരെ തടുക്കും. അള്ളാഹു ഏറ്റവും അടുത്ത് വരുന്ന ഒരു സമയമാണ്. എല്ലാ പാപങ്ങൾക്കും അള്ളാഹു പുറത്തു തരും. തഹജ്ജുദ് നിസ്കരിച്ചാൽ മുഖത്തൊരു പ്രകാശം കിട്ടും. അത് അള്ളാഹു തരുന്ന നൂറാണ്. അള്ളാഹു ഏറ്റവും അടുത്ത് വരുന്ന സമയമല്ല. അതുകൊണ്ടാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചാൽ ഈ ദുനിയാവ് അതിനുള്ള മുഴുവൻ വസ്തുക്കൾ ലഭിച്ച പോലുള്ള പ്രതിഫലം ഉണ്ടെന്ന് നബി പറഞ്ഞു. അപ്പോൾ എല്ലാം കിട്ടിയ ഒരു സന്തോഷം കിട്ടും. ജമാഅത്ത് നിസ്കരിച്ചാൽ ആ ദിവസം മുഴുവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായി. ഒരാൾ നിങ്ങളെ തൊടില്ല. സുബഹി ജമാഅത്ത് നിസ്കരിച്ച് ഒരാളെ തൊട്ടാൽ അള്ളാഹുവിന് അപ്പത്തിൻ്റെ മറുപടി കൊടുക്കും. വേറെ നിങ്ങൊന്നും ചെയ്യേണ്ട, അള്ളാഹ് കൊടുത്തോളൂ. പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇബാദത്ത് ചെയ്ത പ്രതിഫലമുണ്ട്. ദുഹാ നിസ്കരിച്ചാൽ നിങ്ങൾ ആ ദിവസം എല്ലാ ശുക്റും അള്ളാഹുവിന് ചെയ്തു കഴിഞ്ഞ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാത്ത ഒരാൾ കിടന്നുറങ്ങിയാൽ അവൻ ഇബ്ലീസിൻ്റെ മൂത്രം കൊണ്ടാണ്. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുക ശൈത്താൻ്റെ മൂത്രം കൊണ്ടാണ് അവൻ നടക്കുന്നത്. അവന് സമാധാനം കിട്ടില്ല. രാത്രി വരെ മൂത്രം കൊണ്ടാണ് നടക്കുന്നത്. പിന്നെ അള്ളാഹിൻ്റെ സംരക്ഷണം എങ്ങനെ കിട്ടും? എങ്ങനെ സമാധാനം കിട്ടും? അപ്പോൾ സുബഹി ജമാഅത്തായി നിസ്കരിക്കുക. ഹാപ്പി അതാണ്. നിങ്ങൾ അനുഭവിച്ചറിഞ്ഞവരോട് ചോദിക്കുക. വേറെ ഒന്നിലും കിട്ടില്ല. അപ്പോൾ അതാണ് വേണ്ടത്. ഏറ്റവും വലിയ സന്തോഷം അതിലാണുള്ളത്. നിങ്ങൾ അനുഭവിച്ച് നോക്കുക. നിങ്ങൾ പിന്നെ ഒരിക്കലും അത് വിട്ടുകളയില്ല. ഉറപ്പാണ്, 200% ഉറപ്പാണ്. ഏറ്റവും